എടാ നീ ഇവിടെ അടുപ്പ് കൂട്ടിയോ? പിന്നെ അല്ലാതെ എടാ അടുക്കള വെക്കാറുന്നല്ലോ. അടുക്കള വെക്കാന് ഞാൻ പിന്നെ എന്തിനാണ് ഇതെല്ലാം നിങ്ങളുടെ അടുത്തുണ്ടോന്ന് പറഞ്ഞെന്ന് വിചാരിച്ചേ? ചേച്ചി ഇവിടെ വെച്ച് ഇവിടെ നിന്ന് കഴിക്കണം. മറ്റേതാണെങ്കിൽ ഇനി ഇവിടെ നിന്ന് പണിയിടയ്ക്ക് അങ്ങ് വരെയൊക്കെ വരണ്ടേ. ഓ നടക്കാനൊന്നും വയ്യ. കൊണ്ടൊന്ന് വെയ്, എന്തിനും നോക്കിക്കൊണ്ടിരിക്കണേ. ഇതൊന്ന് പൊളിക്കിങ്ങായി അല്ല ഉണ്ടാ മരിച്ചിനി ഇവിടെ നിന്ന് എടേ താ ഇവിടെ പറ്റേ മരിച്ചിനി ഇവിടെ നിന്ന് അവിച്ച് കഴിക്കണതിൻ്റെ ഒരു സുഖം അതൊന്ന് വേറെ തന്നെ ഡേ. അലീന ഇതൊക്കെ ഉണ്ടല്ലോ അച്ഛന്റെ സ്റ്റൈലാണ്. അതെ ആരെങ്കിലും ഈ തീ ഒന്ന് നോക്കുവോ? ഞാൻ നോക്കാം കേശു. ഓക്കെ എന്നാ തവി. എനിക്ക് ഇനിയും കുറച്ചുകൂടെ വെട്ടമുണ്ട്. ഇപ്പൊ തുടങ്ങിയില്ലെങ്കിൽ തീരൂല. കേശോട്ടാ ഇന്നലെ എന്താ വെട്ടാഞ്ഞേ? ഇന്നലെ കാണാൻ ആൾക്കാരുണ്ടായില്ലല്ലോ. എന്തായാലും കാണാൻ ആൾക്കാരുണ്ടായിരുന്നില്ലല്ലോ എന്ന്. അതുകൊണ്ടൊന്നുമല്ല. ഇന്നലെ തൂമ്പ മൂർച്ച കൂട്ടാൻ കൊടുത്തിരുന്നു. തൂമ്പ മൂർച്ച കൂട്ടാൻ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ്. കേശുവിന് കൃഷിപ്പണിയൊക്കെ നല്ല വശാണല്ലേ? പിന്നെ കർഷകനല്ലേ മാഡം. ഇവന്റെ കിള കണ്ടിട്ടാണ് കിളവൻ കേശു എന്ന് വിളിക്കുന്നത്. അത് വേണ്ട കേട്ടോ. കർഷകനല്ലേ മാത്രമല്ല പോരാത്തന്നെ കൃഷി കുടുംബവും ഇട്ട് വെട്ടായി. പോവാണോ? ചേച്ചി പോവാ. വെറുതെ ഇവിടെ നിന്ന് മുളക് കൂടണ അതിനായിട്ടും ഭേദം ഞാൻ ഫാനിന്റെ ചുവട്ടിലിരിക്കാലോ. പാവം പേടിച്ചുപോയി. കേശു ആ കുട്ടീനെ കളിയാക്കണ്ടായിരുന്നു. അവരൊക്കെ വലിയ ഹൈടെക് ഫാമിലിയിൽ വളർന്നതല്ലേ. നമ്മളെ പോലെ അതൊന്നും അത്ര പരിചയം ഉണ്ടാവില്ലല്ലോ. നമ്മളെ പോലെ. അല്ല ഹരിതാ, അന്ന് അവിടെ വീട്ടിൽ വന്നപ്പോഴേ എന്തോ ബഡ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലായിരുന്നു? മറ്റേ വരിക്കച്ചക്ക സാധാ പ്ലാവിൽ ബഡ് ചെയ്യുന്ന അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞില്ലായിരുന്നു? അതിപ്പോ ചെയ്യാൻ പറ്റില്ല. ചക്കരിപ്പുണ്ട്. എന്തിനു ബഡ് ചെയ്യാന്? അല്ല ചക്കക്കുരു വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. ചക്കക്കുരു വെച്ച് തോരന ഉണ്ടാക്കാൻ പറ്റും. ചക്കക്കുരു വെച്ച് ബഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ബഡിങ് പറ്റില്ല. ഇപ്പൊ കായ്ഫലം നടക്കുന്ന സമയല്ലേ. ഇപ്പൊ അതൊന്നും പറ്റണ്ടാവില്ല. അതാണ് കണ്ട. അത് എന്താ അത്? ചേട്ടൻ എന്തെങ്കിലും അറിയോ? എനിക്ക് എന്തെങ്കിലും അറിയോന്ന്? ഞാനേ നല്ല സൂപ്പർ കൃഷിക്കാരനാണ് എന്നും പറഞ്ഞുകൊണ്ട് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എനിക്കിതറിയാം. എനിക്ക് മറ്റേ അറിയാൻ ഞാൻ പറഞ്ഞു നടക്കാറില്ല കേട്ടാ. അല്ല ആ കപ്പ നോക്ക്. ഇത് തന്നെ അധ്വാനിക്കുന്നവർക്ക് കഴിക്കാനുള്ളതാ. കൈ പൊള്ളും. ഓർത്തിട്ട് ഇവിടെ എങ്ങനുണ്ട് കേശു? ഇത് നല്ലീനം കപ്പയാണല്ലോ. ലച്ചു ചേച്ചി ഇത് കരിയില പുരിയനാണോ എംബോറാണോ? ഇത് കപ്പ. അതല്ല, കപ്പയിൽ ഏത് ഇനാണെന്ന് വെച്ച്. ഏതാടാ ഇന? ഏതാ ഇതാ? ഇത് സരസ്വതി വനജ എങ്ങോട്ടാന്ന് തോന്നുന്നു. സരസ്വതി വനജ? ഓ മറ്റേ കിഴങ്ങുവർക്ക് ഗവേഷണ കേന്ദ്രം പേരിട്ടങ്ങ് തള്ളിയേക്കല്ലേ. അല്ലാത്ത ഏതോ ഒന്ന് ഇളക്കത് എന്നാ പോരെ. അസുരന്റെ തലയറുത്ത്
രസമുണ്ട് അല്ലേ? ഇതെന്താ ഇങ്ങനെ? മണ്ണി ചവിട്ടി നിൽക്കാൻ ഈ വേഷല്ലേ വെസ്റ്റ്. അല്ല, ഈ വേഷം എവിടെ തോപ്പിച്ച്? ബ്ലൗസ് അമ്മൂമ്മേന്റെ, മുണ്ട് അപ്പൂപ്പന്റെ. കൊള്ളാം. എന്തായാലും ഫസ്റ്റ് അലീനയ്ക്കാ എന്തിനി? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.